താരസംഘടന അമ്മയെ നയിക്കാൻ പെൺനിര ചരിത്രജയത്തോടെ അമ്മയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി ശ്വേതാ മേനോൻ തെരഞ്ഞെടുക്കപ്പെട്ടു. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റുമാർ ലക്ഷ്മി പ്രിയയും ജയൻ ചേർത്തലയും സ്ഥാനമേറ്റു. അൻസിബ ഹസനാണ് ജോയിന്റ് സെക്രട്ടറി. അമ്മയുടെ അധ്യക്ഷ പദവി ഗൗരവമുള്ള ചുമതലയെന്നും ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ചെയ്യുമെന്നും ശ്വേതാ മേനോൻ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തയ്യാറായിട്ട് എന്താ പറയുക, ബോധത്തോടെ തന്നെയാണ് ഞാനിവിടെ ഉള്ളത്. ആൻഡ് അമ്മ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത് വികാരമാണ്, എൻ്റെ ഇമോഷനാണ്. എനിക്കറിയാം കുറേ കാര്യങ്ങൾ, കുറേ കല്ലും മുള്ളും കുറേ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ലെറ്റ് മീ ടേക്ക് ബേബി സ്റ്റെപ്പ്. എന്തായാലും നല്ല കാര്യമേ ചെയ്യുള്ളൂ. വിവാദത്തിൽ പ്രതികരണം ജയിപ്പിച്ചു വിട്ടവരോട് ചോദിക്കണമെന്നായിരുന്നു കുക്കുവിന്റെ പ്രതികരണം. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ വലിയ ആക്ഷേപങ്ങളൊക്കെ വന്നിരുന്നു, മെമ്മറി കാർഡ് വിവാദങ്ങളൊക്കെ? ഇവരാണ് എന്നെ തെരഞ്ഞെടുത്തത്, ഇവരോട് ചോദിക്കും. ചേച്ചി അതിന്റെ പുറകിലൊക്കെ വലിയൊരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. ഇവരാണ് എന്നെ തെരഞ്ഞെടുത്തത്, ചോദിക്കൂ ഇവരോട്. ഷീന മാർട്ടിൻ നൽകും വിവരങ്ങൾ. ഷീന, അമ്മയെ സംബന്ധിച്ചിടത്തോളം, ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര ദിവസമാണ് ഇന്ന്. നേതൃത്വത്തിലേക്ക് പെൺനിര പൂർണ്ണമായും എത്തുന്നു എന്നത് പൂർണ്ണമായ മത്സരചിത്രം എങ്ങനെയാണ്, മത്സരഫലം? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിവാദങ്ങളിലൂടെയാണ് അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാൽ ഒഴിയുന്നത്. തുടർന്നുണ്ടായ വിവാദങ്ങളും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിലൂടെയാണ് അമ്മയുടെ നേതൃത്വം സ്ഥാനമൊഴിയുന്നു. പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിന് തന്നെ കളമൊരുങ്ങുന്നു. അങ്ങനെയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇത്തരത്തിൽ വലിയൊരു വിവാദം അല്ലെങ്കിൽ അനാരോഗ്യകരമായ ഒരു മത്സരമായിരുന്നു ശ്വേതാ മേനോനെതിരായി നടന്നത്. ശ്വേതാ മേനോനും ദേവനും തമ്മിലായിരുന്നു മത്സരമുണ്ടായിരുന്നത്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരമുണ്ടായിരുന്നത്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി അമ്മ എന്ന സംഘടനയ്ക്ക് വനിതയുടെ നേതൃനിര കിട്ടിയിരിക്കുകയാണ്. ശ്വേതാ മേനോൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളിലേക്ക് സറിയു മോഹൻ, അഞ്ജലി നായർ, ആശ അരവിന്ദ്, നീന കുറുപ്പ്, കൈലാഷ്, സന്തോഷ് കീഴാറ്റൂർ, ടിനി ടോം, ജോയ് മാത്യു, വിനു മോഹൻ, ഡോക്ടർ റോണി ഡേവിഡ് രാജ്, സിജോയ് വർഗീസ് എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് നേരത്തെ തന്നെ അൻസിബ തിരഞ്ഞെടുക്കപ്പെട്ടത്. അൻസിബ ഉൾപ്പെടെ 13 പേരായിരുന്നു ഇത്തരത്തിൽ നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചത്. പക്ഷേ അവരെല്ലാം തന്നെ പത്രിക പിൻവലിച്ചതോടെയാണ് അൻസിബ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് തന്നെ പറയാം. ജയൻ ചേർത്തലയും ലക്ഷ്മി പ്രിയയും നാസർ ലത്തീഫും തമ്മിലായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്. ലക്ഷ്മി പ്രിയയാണ് അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. ജോയിന്റ് സെക്രട്ടറിയും ഒരു വനിത തന്നെയാണെന്നുള്ളതും ശ്രദ്ധേയമാണ്. ട്രഷററായി ഉണ്ണി ശിവപാലും തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യമായി ഏറ്റ ശേഷം ശ്വേതാ മേനോൻ തന്നെ പ്രതികരിച്ചതും ഇത്തരത്തിൽ തന്നെയാണ്. ഇനി അങ്ങോട്ട് എനിക്ക് 506 മക്കളാണ്. ഈ 506 മക്കളുടെ കാര്യത്തിലും വ്യക്തമായ നിലപാടെടുക്കും. ഏത് വിഷയത്തിലും, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ, അത്തരം വിഷയങ്ങളിലും വ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ ഒത്തുചേർന്ന് ആലോചിച്ച്, അമ്മയുമായി ആലോചിച്ച് ഏത് കാര്യത്തിലും വ്യക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള തരത്തിലുള്ള സൂചനകൾ, അല്ലെങ്കിൽ ഒരു വലിയൊരു മാറ്റത്തിന്, വലിയൊരു വിപ്ലവത്തിനാണ് അമ്മ എന്ന സംഘടന തുടക്കം കുറിച്ചിരിക്കുന്നത്. ഷീന മാർട്ടിനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.